ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഖം. ഏവർക്കും കാരിസം ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് നാൾ കഴിഞ്ഞാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, വിജേഷടാ കയറിത്താമസം കഴിഞ്ഞല്ലോ, എന്താ വീഡിയോ ഒന്നും ഇടാഞ്ഞത് എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ശരിക്കും വർക്കിൻ്റെ ഒക്കെ ഇടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റാതെ പോയതാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് എത്തിയ കാര്യമെല്ലാം ഒന്ന് പറയണം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു എൻ്റെ എന്താ പറയുക ഏപ്രിൽ 15 എന്ന് പറയുന്ന ദിവസം. ഏപ്രിൽ 13 ആയിരുന്നു പാല് കാച്ച. ഏപ്രിൽ 15 നമ്മൾ ഫംഗ്ഷൻ ചെയ്തത്. അപ്പോൾ നമ്മൾ വളരെ യാദൃശ്യമായിട്ട് നമ്മുടെ സുഹൃത്ത് വഴിയാണ് വാഴപ്പള്ളിയിൽ ഈ വീട് കാണാൻ വേണ്ടി വരുന്നത്. ശരിക്കും ഞാൻ വീട് ആ വീട് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയ ആളാണ്. പക്ഷേ എന്താ പറയുക, നമുക്ക് വേണ്ടി അത് ഇങ്ങനെ വെച്ചിരുന്നൊരു ആണെന്നുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുകയും പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുകയും ചെയ്തു. അപ്പം വീട് വാങ്ങി. ഇപ്പം 3 മുറിയും അടുക്കളയുള്ള ഒരു വീടാണ്. വലുതായിട്ട് വീടിനകത്ത് പണിയണ്ട എന്ന് വിചാരിച്ച്. പക്ഷെ ആ വീടിൻ്റെ രൂപത്തിൽ അത്ര ഞാൻ ഹാപ്പി അല്ലായിരുന്നു. മേ ബി ആക്ച്വലി ഹാപ്പി അല്ലായിരുന്നു. കാരണം അങ്ങനൊരു വീട് അവരുടെ മനസ്സിലൊരു വീട് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. അപ്പം നമുക്ക് ഏറ്റവും വലിയ സഹായമായിട്ട് രഞ്ജു ആണ് നിന്നത്. രഞ്ജു ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം അവനോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വീട്. അപ്പോൾ എൻ്റെ കുറച്ച് ഐഡിയകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കൂടെ നിന്ന് പണിയുന്ന ഒരാളെയായിരുന്നു വേണ്ടത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക, വീടിനെ ഒന്ന് നമ്മുടെ രീതിയിലോട്ടൊന്ന് ആക്കണം എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. അപ്പം വലിയ റിസ്ക് ആയിരുന്നു. നമ്മൾ ഇത്രയും വീട് ഇത്ര ഭംഗിയാവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ചെയ്ത് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എന്താ പറയുക, നിങ്ങൾ ഈ കാണുന്ന ഈ വീടിനെ കണ്ടല്ലോ, ഈ വീടിനെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനൊരു രീതിയിലേക്ക് ഇത് മാറ്റാൻ സാധിച്ചു എന്നാണ് വന്ന ആളുകളെല്ലാം എടുത്തു പറഞ്ഞ കാര്യം അതാണ്. അവൻ വീട് ഒരു ചെറിയ വീട്, എന്നാൽ ഒരുപാട് സന്തോഷം തരുന്ന, എന്നാൽ ഒരുപാട് നമുക്കതിനകത്ത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ വീടിനകത്ത് നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ വീടിൻ്റെ അന്നിരുന്ന വീട്ടിൽ നിന്ന് ഇന്നത്തെ വീട്ടിലേക്കുള്ള ചേഞ്ചസ്. ചിലപ്പം ഈ വീട് ഞാൻ ഇടുമ്പം ഈ വീട് കണ്ട ഒരുപാട് ആളുകളുണ്ട്, നേരിൽ കണ്ട ആളുകൾ. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ വീട് എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി ഞാൻ വീടിന്. കാരണം ഞാൻ ഇതിനകത്ത് ഒരു ടൈലും മാറിയിട്ടില്ല. അതുപോലെയാണ് നമ്മളിതെല്ലാം യൂസ് ചെയ്തത്. എൻ്റെ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യാവോ കളയാൻ മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ യൂസ് ചെയ്താണ് ഞാൻ ചെയ്തത്. അപ്പം എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ, മരങ്ങൾ മുറിക്കരുത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഒരു മരം പോലും നമ്മളതിന് വേണ്ടി മുറിച്ച് മാറ്റിയില്ല. എൻ്റെ വണ്ടി ഇടുന്ന ഒരു സ്ഥലം, അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ കാർ വാങ്ങിയിട്ട് ആ കാറിൻ്റെ വീടിനകത്ത് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനൊരു വലിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സാധിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എടുത്ത് ഒരു ഒതുങ്ങിയ സ്ഥലം. എന്താ പറയുക, വലിയ ബഹളങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടും നമുക്കൊരു ഹാപ്പി ആയിട്ട് തോന്നിയൊരു സ്ഥലമായിരുന്നു. അങ്ങനെയാണ് പണി തുടങ്ങിയത്. ശരിക്കും 4 മാസം പണി ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു 3 മാസം കൊണ്ട് തന്നെ പണി ഏകദേശം തീർത്തെന്ന് പറഞ്ഞാൽ ശരിക്കും അവനെ പുറകെ നടന്ന് അവനെ ശല്യം ചെയ്ത് ആണ് ഞാൻ, കാരണം കൂടെ നടന്ന് കാരണം എനിക്ക് കൂടുതൽ ടൈം അവിടെ പോയി നിൽക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഈ വർക്കിനിടയ്ക്ക് ഒരു സമയം കിട്ടണം. അപ്പം ഏപ്രിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ കയറി താമസം നടത്തണം, അതായിരുന്നു ആഗ്രഹം. അപ്പം ഡേറ്റൊക്കെ നോക്കി, ആദ്യം ഒരു ഡേറ്റ് നോക്കി, ആ ഡേറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. രണ്ടാമതൊരു ഡേറ്റ് നോക്കി. അപ്പോൾ ആ ഡേറ്റ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് വന്നു. അതിന് ഏറ്റവും വലിയ സഹായിച്ച അച്ഛൻ്റെ പെയിൻറ്റിങ്ങുകാരെയും പിന്നെ മഞ്ചേഷ് ചേട്ടനെ, പിന്നെ ജോട്ടുവ്, അങ്ങനെ അതായത് ഒരുപാട് ആളുകൾ നമ്മൾ ആദ്യം വർക്കിന് വേണ്ടി കണ്ടെത്തിയ ആളുകളൊക്കെ ചിലപ്പോൾ കുറച്ച് അവരുടെ വർക്കിൻ്റെ തിരക്ക് കാരണം ഇത്രയും ദിവസം കൊണ്ട് തീരത്തില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങിയപ്പം ഈശ്വരനായിട്ട് നമുക്ക് കുറേ ആളുകളെ ഇങ്ങനെ കൊണ്ടുതരും. നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആളുകളെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് തന്നു. പെട്ടെന്ന് ഓരോ അതിന് വീടിന് ഓരോ മാറ്റങ്ങൾ നമ്മളിങ്ങനെ മുന്നിൽ കണ്ടു തുടങ്ങി. അപ്പം അത് ഭയങ്കര സന്തോഷമായി. അപ്പം അങ്ങനെ വീടിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയായി. ശരിക്കും ഞാൻ സന്തോഷമായെന്ന് പറഞ്ഞാൽ ഈ കയറി താമസത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് ശരിക്കും ആ വീടിനെ അതിന് വരെ പണിയാറുണ്ടായിരുന്നു. വീടിനെ ആ ഒരു നമ്മൾ ആഗ്രഹിച്ച ആ ഇതിലേക്ക് അത് എത്തുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പൂവൊക്കെ ചെയ്ത് കഴിഞ്ഞ് തലേദിവസം ആ വീട് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. കാരണം അച്ഛതി ആദ്യം പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ ഏറ്റവും അക്സെപ്റ്റ് ചെയ്യുന്നത് ആ വീട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി മാറി. അപ്പോൾ കയറി താമസവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീടിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ലോങ് ഷെയ്ഡ്, കുറച്ച് ഫോട്ടോസ്, തീരാറായ സമയത്തെടുത്ത കുറച്ച് വീഡിയോസും എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കയറി താമസത്തിൻ്റെ ചടങ്ങുകളും
പിന്നീട് നമ്മൾ നടത്തിയ ഞാൻ പറഞ്ഞ ഒരു വലിയ ഫംഗ്ഷനായിട്ട് നമ്മൾ നടത്തിയത് 15-ാം തീയതി. അപ്പോൾ ആ പരിപാടിയുടെയും കുറച്ച് ഭാഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാകും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഒരിക്കൽ കൂടി പറയട്ടെ, ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒരുപാട് പേരുടെ സ്നേഹമാണ് എനിക്ക് ഇങ്ങനൊരു വീടെന്ന് പറയുന്നൊരു ഇതിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചത്. മയൂഹ എന്ന് പറയുന്ന ആ സ്ഥാപനം എനിക്ക് കൊണ്ട് തന്നതാണ് ഇതെല്ലാം. അപ്പോൾ അതിന് ഒരുപാട് ആളുകൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരോടും പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേരോട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനൊരു സന്തോഷത്തിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ചതും അവരാണ്. അപ്പോൾ ഇതിനകത്ത് എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ പിറകിൽ പണി ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എനിക്ക് എന്നെ സഹായിച്ച ഒരുപാട് ആളുകൾ, സാമ്പത്തികമായിട്ട് സഹായിച്ച ആളുകളുണ്ട്. പൈസയുടെ പ്രശ്നങ്ങൾ വന്നപ്പം റോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ മഞ്ചേശ്വരൻ, കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിൻ്റെയും ഈ ഒരു ടച്ചിങ്ങിൽ അവസാനം കയ്യൊപ്പ് നടത്തിയ മഞ്ചേശ്വരനാണ്. അപ്പോൾ മഞ്ചേശ്വരനും അങ്ങനെ ഒരുപാട് പേര് സഹായമുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് ദിവസത്തേക്ക് എൻ്റെ ഫാമിലി വ്ളോഗ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഫാമിലി യാത്രകളും എൻ്റെ വീടും ഒരു ഹോം ടൂർ നമ്മളങ്ങോട്ട് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.